നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1.3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് കേസിലെ പ്രധാന പ്രതികളുടെ ആസ്തികൾ മരവിപ്പിക്കാൻ ഇഡി നടപടി സ്വീകരിച്ചത്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇന്നലെ നടത്തിയ വ്യാപക റെയ്ഡിൽ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും 100 ഗ്രാം സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുത്തു. സ്വർണം ചെമ്പാക്കിയതുമായി ബന്ധപ്പെട്ട രേഖകളും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് 2019-2024 ഇടയിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളും ഇഡി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും റെയ്ഡിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പൂർണ്ണ വ്യാപ്തി എന്നിവ കണ്ടെത്തുന്നതിനുമായിരുന്നു ഇഡി റെയ്ഡ്. കൂടാതെ ശബരിമലയിലെ മറ്റ് ക്രമക്കേടും വാജിവാഹന കൈമാറ്റവും ഉൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടന്നത്. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, എ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരുടെ വീടുകളിലും മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയുടെ തിരുവല്ലയിലെ വീട്ടിലും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സ്ഥാപനങ്ങളിലും അടക്കമാണ് പരിശോധന നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട് വലിയ കട്ടക്കലിലെ വീട്ടിലും കെ പി ശങ്കർദാസ്, എൻ വിജയകുമാർ, എസ് ബൈജു എന്നിവരുടെ തിരുവനന്തപുരത്തെ വീടുകളിലും ഇഡി റെയ്ഡ് നടത്തി. അതിനിടെ കേസിൽ അറസ്റ്റിലായി ആശുപത്രിയിൽ കഴിയുന്ന പ്രതി ശങ്കർദാസിന്റെ രോഗാവസ്ഥയും ചികിത്സയും പരിശോധിച്ച മെഡിക്കൽ ബോർഡ് ഉടൻ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സ്പെഷ്യൽ അന്വേഷണ സംഘവും ഇഡിയുടെ റെയ്ഡും ഹൈക്കോടതിയുടെ കാർക്കശ്യവും കൂടുതൽ പ്രതികളെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു തരി പോലും SITക്ക് വിശ്രമം കൊടുക്കാതെയാണ് ഹൈക്കോടതി നിലപാടുകൾ എടുക്കുന്നത്. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേസിനെ കൂട്ടക്കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത്. നഷ്ടപ്പെട്ട ബാക്കി സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് തുടങ്ങുന്ന അദ്വൈതം സിനിമയിലെ വരികൾ ഉദ്ധരിച്ചാണ് ഹൈക്കോടതി പ്രതികളുടെ ജാമ്യം നിഷേധിച്ചത്. സമാനതകളില്ലാത്ത ഈ കേസിൽ നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾക്ക് അപ്പുറം കൂടുതൽ പേരുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി നിർബന്ധിച്ചു. അതേസമയം കേസിനെ കൂട്ടക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച ഹൈക്കോടതി രൂക്ഷമായ പരാമർശങ്ങളും നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തുന്നത്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയാണെന്നും അയ്യപ്പന്റെ സ്വത്തുക്കൾ പ്രതികൾ സംഘം ചേർന്ന് കവർന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, ഗോവർദ്ധൻ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിധി പറയാൻ മാറ്റിവെച്ച ഹർജികളിലാണ് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത്. പ്രതികളായ എ പത്മകുമാർ, ഗോവർദ്ധൻ, മുരാരി ബാബു എന്നിവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും പുറത്തിറങ്ങിയാൽ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പത്മകുമാർ ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണെന്നതും കോടതി എടുത്തു പറഞ്ഞു. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും കൊള്ളയടിച്ച സ്വർണം പൂർണ്ണമായി കണ്ടെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കണ്ടെത്താനുള്ള സ്വർണം എവിടെയാണ് എന്നതിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ടെന്നും അടുത്തിടെ അറസ്റ്റിലായ പ്രതികൾക്കൊപ്പം ഇവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു.